പ്രേക്ഷകർക്കും ഫിൽമി തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പുതുവർഷത്തിൽ ആദ്യം തിയേറ്ററുകളിലെത്തിയ മലയാള ചിത്രം ടോവിനോ തോമസ് നായകനായ ഐഡൻറ്റിറ്റിയാണ്. ഒരു ഡസനിലേറെ ചിത്രങ്ങളാണ് ഈ ജനുവരിയിൽ തിയേറ്ററുകളിലെത്തിയത്. ജനുവരി 2 ഐഡൻറ്റിറ്റിയിൽ തുടങ്ങിയ ആ യാത്ര ജനുവരി അവസാനത്തോടെ തിയേറ്ററിലെത്തിയ ഒരു ജാതി ജാതകം, പറന്നു പറന്നു ചെല്ലാൻ തുടങ്ങിയ ചിത്രങ്ങളിൽ എത്തി നിൽക്കുന്നു. ബോക്സ് ഓഫീസ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ ജനുവരിയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ രേഖാചിത്രമാണ്. 75 കോടിയിലേറെ കളക്ഷനാണ് രേഖാചിത്രം ഇതുവരെ നേടിയത്. മമ്മൂട്ടി നായകനായ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ആണ് ബോക്സ് ഓഫീസ് കണക്കിൽ രണ്ടാമത്. 20 കോടിയാണ് ചിത്രം കളക്ട് ചെയ്തത്. ടോവിനോ ചിത്രം ഐഡൻറ്റിറ്റി മൂന്നാം സ്ഥാനത്താണ്. 18 കോടിയാണ് ചിത്രം ഇതുവരെ നേടിയത്. നിരൂപക പ്രശംസയിൽ മുന്നിട്ട് നിൽക്കുന്നതും രേഖാചിത്രം തന്നെ. തിരക്കഥയുടെ കരുത്താണ് ചിത്രത്തിൻ്റെ സൗന്ദര്യം. മലയാളത്തിന് അത്ര പരിചിതമല്ലാത്ത ആൾട്ടർനേറ്ററി ജോണറിലാണ് ചിത്രം ഒരുക്കപ്പെട്ടത്. രേഖാചിത്രത്തോളം തന്നെ ശ്രദ്ധ നേടുകയാണ് ബേസിൽ ജോസഫ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച പൊന്മാനും. ജനുവരി അവസാന വാരമാണ് പൊന്മാൻ തിയേറ്ററുകളിൽ എത്തിയത്. ഇന്ദു ഗോപൻ്റെ നോവലിനെ ആസ്പദമാക്കി വന്ന ചിത്രം, ബേസിൽ അടക്കമുള്ള അഭിനേതാക്കളുടെ മികച്ച പെർഫോമൻസ് എന്നിവയാണ് പൊന്മാൻ്റെ പ്ലസ്. മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ചിത്രം തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ്. രേഖാചിത്രവും പൊന്മാനും വലിയ പ്രേക്ഷക പിന്തുണ നേടിയപ്പോൾ ശരാശരി പെർഫോമൻസ് മാത്രമാണ് മമ്മൂട്ടി ചിത്രം ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് തിയേറ്ററുകളിൽ കാഴ്ചവെച്ചത്. മമ്മൂട്ടി ഗൗതം മേനോൻ കൂട്ടുകെട്ടിൽ പിറന്ന ചിത്രം ആദ്യഘട്ടം മുതൽ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷ നൽകിയ ചിത്രമായിരുന്നെങ്കിലും ആ പ്രതീക്ഷ കാക്കാൻ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചില്ല. കൂട്ടത്തിൽ എന്ന് സ്വന്തം പുണ്യാളൻ, പ്രാവിൻകൂട് ഷാപ്പ് എന്നിവ വലിയ ഓളമൊന്നും സൃഷ്ടിക്കാതെ തിയേറ്ററുകളിൽ വന്നുപോയ ചിത്രങ്ങളാണ്. ശരാശരിയിലും താഴ്ന്ന കാഴ്ചാനുഭവമാണ് ചിത്രം സമ്മാനിച്ചത്. ദി സീക്രട്ട് ഓഫ് വുമൺ, കുടുംബസ്ഥൻ, ദേശക്കാരൻ എന്നിവയാണ് ജനുവരിയിൽ തിയേറ്ററുകളിൽ എത്തിയ മറ്റു ചിത്രങ്ങൾ. വലിയ ബഹളമോ വമ്പൻ താരനിരയോ ഒന്നുമില്ലാതെ എത്തി പ്രേക്ഷകരുടെ ഇഷ്ടം കവർന്ന 2 ചിത്രങ്ങൾ കൂടി കൂട്ടത്തിലുണ്ട്. ദിലീഷ് പോത്തൻ, ജാഫർ ഇടുക്കി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി തോമസ് സെബാസ്റ്റ്യൻ സംവിധാനം ചെയ്ത ആ, ഉണ്ണി ലാലു, സിദ്ധാർത്ഥ് ഭരതൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ജിഷ്ണു ഹരീന്ദ്ര സംവിധാനം ചെയ്ത പറന്നു പറന്നു ചെല്ലാൻ എന്നിവ ഇതിൽപ്പെടുന്നു. അർജുൻ അശോകൻ നായകനായ അൻപോട് കൺമണി, വിനീത് ശ്രീനിവാസൻ നായകനായ ഒരു ജാതി ജാതകം എന്നിവ വലിയ രീതിയിൽ നിരാശപ്പെടുത്തിയ ചിത്രങ്ങളാണ്. പറയാൻ ഉദ്ദേശിച്ച വിഷയം കൈയടക്കത്തോടെയും സെൻസിബിളായും അവതരിപ്പിക്കുന്നതിൽ ഇരു ചിത്രങ്ങളും പരാജയപ്പെട്ടു. വിനീത് ശ്രീനിവാസൻ ചിത്രം ഒരു ജാതി ജാതകവും